ഗൈസ് അശ്നേച്ചി ഒത്തിരി ദിവസത്തിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. കുറേ ദിവസമായി ഗൈസ് അശ്നേച്ചിനെ കണ്ടിട്ട്. അശ്നേച്ചി നല്ലപോലെ മിസ് ചെയ്ത്. ഇന്ന് അശ്നേച്ചി വരും. നമുക്ക് അശ്നേച്ചിനെ എടുക്കാൻ പോവാം ഗൈസ്. ഒരാളും കൂടെ വരുന്നുണ്ട്, അച്ചാച്ചനും വരുന്നുണ്ട്. ഞാൻ അച്ചാച്ചനെ മറന്നേ പോയി. അശ്നേച്ചി ജിത്തോച്ചാനും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരെ പോയി പിക്ക് ചെയ്യാം. ഇപ്പൊ രാവിലെ 5 മണി. 5 മണിക്ക് എഴുന്നേക്കാനുള്ള റീസൺ എന്താ അറിയാം? ഇന്നാണ് അഷ്നയും ജിത്തുചാനും ഗൈസ് നാട്ടിലോട്ട് വരുന്നത്. അപ്പൊ ഇന്നലെ ഡേ കിഡിലായിരിക്കും. ഇനിയുള്ള വീഡിയോസ് എല്ലാം സെറ്റ് ആയിരിക്കും ഗൈസ്. അങ്ങനെ ഞാൻ അനന്തുചാൻ ജോസഫിന് ആനി എല്ലാവരും 5 മണിക്ക് എയർപോർട്ടിൽ പോകും. 5 മണിക്ക് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആനി അനന്തുചാൻ നമ്മൾ പോയി എടുക്കണം. മഴ ഗൈസ്. അങ്ങനെ അശ്നേച്ചി എത്തിയെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് ഒക്കെ വന്ന് ഇറങ്ങുന്നു. രാവിലെ തന്നെ നല്ല മഴ. അവരിപ്പോ എത്താറായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അശ്നേച്ചിനെ കണ്ടിട്ട് 7-8 മാസമായി. ഞാൻ നല്ല രീതിക്ക് അശ്നേച്ചിനെ മിസ് ചെയ്ത്, അശ്നേച്ചി എന്നെ മിസ് ചെയ്തെന്ന് തോന്നുന്നു. 6:15 അവരിപ്പോ എത്തിക്കാണും ഇറങ്ങുന്ന സമയം. ഉറങ്ങിപ്പോകാതെ கனவில் கூட காவல் செய்யும் கடமை மறவாது உலகமே இவளென என் வாழும் அழகை பாரடா மகள் என வளர்க்கிறான் இவன் உயரம் குறைந்த தாயடா പച്ചില്ല പച്ചു ക്യാമറ കണ്ണുകൾ എന്നെ വിളയാണ്. എനിക്ക് എന്താ പോലെ ഇരിക്കുന്നു. എത്ര മാസായി ഇതെന്ത്? അത് ഹീൽസ് അടി. നല്ല സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഇത് എനിക്ക് വാങ്ങി തന്നിട്ട് പറയല്ലേ ഇതാണ് ഈ പിള്ളേരുടെ. ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിയത്. ജോർജിയയിലും ബർത്ത്ഡേ അടിച്ചു പൊളിച്ചല്ല. ഓ പിന്നെ സൂപ്പർ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാം നമ്മൾ ആഘോഷിക്കാം. അഭിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് എടാ നീ വളരുന്നില്ലേ എന്ന്. ഫ്ലൈറ്റിൽ ഒരു ടിക്ക ഒരു സാധനം തന്നെ അവളും തിന്നില്ല, എനിക്കും തിന്നാൻ പറ്റുന്നില്ല. എനിക്ക് പൊറോട്ട 2 തരും. ഞാൻ ഇവിടെ വന്നിട്ട് 8 മാസമായി. പുതിയ കടകളൊന്നും ഞാൻ കടകളൊക്കെ മറന്നു. ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. എന്റെ അടുത്ത് മര്യാദക്ക് ബിഹേവ് ചെയ്യണം. മറ്റേ അടുത്ത കൈ ഒടിയ സമയമായി. ആരാരോ ഉപ്പിലിടും. അല്ലെങ്കിൽ അല്ലാതെ ഞാൻ മുക്ക വെച്ച് ഞങ്ങൾ ഇവിടെ വരാൻ വേണ്ടിട്ട് എയർപോർട്ടിൽ വെച്ചാണ് 1 മാസത്തിന് ശേഷം കാണുന്നത്. ഓ ഞാൻ ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ പോയി നോക്കിക്കൊണ്ടുവരാ. വേറെ സ്ഥലത്തും പോയാ മതിയായിരുന്നു. പറഞ്ഞില്ല വേറെ എവിടെയും പോകാൻ വേണ്ടി ചുമ്മാ ജോർജിയ പ്ലാൻ ചെയ്യാം. ക്ലാസ്സിന് പോയി കുറച്ച് ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞ് എക്സാം കഴിയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ജോർജിയ എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞപ്പോ അവിടെ ഒന്നുമില്ലെന്ന്. ജോർജിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആരും കെട്ടിയും കിടക്കി എടുത്ത് പോകണ്ട. പൊക്കോളൂ, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ടോണ്ട് പിന്നെയും പോകാൻ നമുക്ക് മടിയാവും. എന്താ നിങ്ങളെല്ലാം പറ്റികയായിരുന്നു ഇതുവരെയ്ക്ക്. ഞാൻ ഒന്നും പോണ്ടല്ലേ. കൈ ഒട്ടും വയ്യ. 2 പൊറോട്ട എല്ലാം ഊരി. A few moments later. ഉള്ളിയില്ല നനയില്ല. വന്ന ഉടനെ പരിപാടി തുടങ്ങി. അതിനാണ് ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ. വേറെ ആരെയും കണ്ടിട്ടില്ല. അച്ഛനമ്മയും പിള്ളേരെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഉറങ്ങുമ്പോതും എന്റെ അടുത്ത് ഇത്ര സ്നേഹം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. உலகமே இவளென இவன் வாழும் அழகை பாரடா வளர்க்கிற
ഇവനിൻ നന്ദി അണന്തിട ഫുഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് സോറ് എനിക്ക് ഇങ്ങനെ എങ്ങനെ അഭിനി സ്റ്റൂളുള്ള ചെരുപ്പ് വാങ്ങുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് അനന്തച്ചാന്റെ അവസ്ഥ. ആദ്യം എയർപോർട്ടിൽ നിന്ന് വന്ന ഉടനെ രണ്ടുപേരും എന്നെ മാറി നിൽക്കുന്നു. പൊക്ക വന്ന് ചെറുതായിട്ട് വിഷമായി. അങ്ങനെ ഗൈസ് മാസങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും എത്തിയിരിക്കുന്നു. അവരെത്തി. പാപ്പയാണ് പഠിച്ചത്. വേണ്ടി വന്നെന്ന് തോന്നുന്നു. ഇവന്മാരെ ഫണ്ണൊക്കെ വളർന്നിട്ടില്ല അച്ഛാ, വളർന്നിട്ടില്ല. ഇനി നിങ്ങൾ കുറച്ച് ജോർജിയൻസ് ഫൺ കേൾക്കാം. അങ്ങോട്ട് പോവുക. നല്ല ക്ഷീണം. പുറത്തേക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ നില്ല് തരാം. ഞാനാണെങ്കിൽ അനന്ത ചാച്ച എന്തൊക്കെയാ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ? വീട്ടിൽ വരുമ്പോ എന്തോ ചെയ്യുമെന്ന്. ഞാൻ വീട്ടിൽ വരുമ്പോ അവിടെ എനിക്ക് എയർപോർട്ടിൽ നിന്ന് റെഡ് കാർപ്പറ്റ് വിരിക്കും, അത് വിരിക്കും. കണ്ടില്ലേ നീ അത് നടന്നു. ഞാൻ കണ്ടു. പമ്പ സെറ്റ് വരുന്നുണ്ടല്ലോ. വീഡിയോ എടുത്ത് റെഡ് കാർഡ് പറ്റും. അഴുക്കോളാതിരിക്കാൻ ഒരു തുണി കൊണ്ട് അത് വരാം. ഇന്നലെ റെഡ് കാർപ്പറ്റിന് വേണ്ടി എവിടെയൊക്കെ തിരക്കിയെന്ന് അറിയാമോ? ചവിട്ടിയ കണ്ണപൂട്ടി നിർത്ത്. സീരിയസ് ആയിട്ട് കണ്ണപൂട്ടി. ഞാനേ വന്ന് എന്റെ കണ്ണു കൊണ്ട് നിങ്ങൾ രണ്ടുപേരും മാറി മാറി കണ്ണപൂട്ടി നിൽക്കി. കണ്ണീർ മഴ. നാട്ടിൽ വരുമ്പോ അശ്നയുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. വേണ്ടേ? കണ്ണടയ്ക്ക് അശ്വയുടെ ബർത്ത്ഡേക്ക് ഞാൻ അവിടെ എത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു. ഒരു ബുദ്ധിമുട്ടും ചെയ്തില്ല. ജിത്തു ഓടി നടന്നു. ശരിക്കും അശ്നേച്ചിക്ക് ഞങ്ങൾ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അശ്നേച്ചി കണ്ണുപൊട്ടു. നീ ഇപ്പൊ എടുത്തിട്ടാ? ഞങ്ങളിൽ ഗിഫ്റ്റ് ഉണ്ട്. എവിടെ ഇരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കണ്ണു പൊട്ടുന്ന പഴയ സ്റ്റൈൽ. അങ്ങോട്ട് നോക്കി. നമ്മള് അന്ന് അശ്നേച്ചിക്ക് എടുത്ത ഡ്രസ്സാണ്. പിന്നെ ഞാൻ അശ്നേച്ചിക്ക് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് കൊടുക്കാം. ഭയങ്കര ഉപദ്രവമാണ്. ആ വീഡിയോ കാണിച്ചു കൊടുപ്പ്. ഇത് നൈറ്റി അല്ല. വാ അങ്ങോട്ട്. സള്ളികളി പിടിക്കുന്നത്. താങ്ക്സ് ഗൈസ്. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ഫാഷൻ സ്റ്റൈലിനെ അറിയുന്നു. ഗ്ലാസ് എനിക്ക് വേണമായിരുന്നു. ഇന്നലെ എയർപോർട്ടിൽ ഗ്ലാസ് വാങ്ങിച്ചല്ലോ. ഞാൻ പ്രൈസ് ഉണ്ട് സമയം. ആശ്രയിച്ച് ഗസ്റ്റ് അതിന്റെ അകത്ത് എത്ര ഗ്ലാസ് ഉണ്ടെന്ന്? രണ്ടാ. മൊത്തത്തിൽ 5 ഗ്ലാസ് ഉണ്ട്. ഡോക്ടർ റോബിന് 2 വാച്ച് ഇരുന്ന അശ്ന 5 ഗ്ലാസ്. എന്റെ കണ്ണ് നോക്കാൻ വേണ്ടി ശത്രുക്കളെ കണ്ണ് സൂക്ഷിക്കാൻ വേണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും മതി അശ്ന. സർപ്രൈസ് കൊടുക്കുമ്പോ കുഞ്ഞിലൊന്നും നിർത്തത്തില്ല. നമ്മൾ വലുതാതെ പോകത്തുള്ളൂ. 1 2 3 start.